ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. എന്നാലും ചിലർ, ഞാനിപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തോളമായി എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റേതായ ഒരു അകലം നമ്മൾ തമ്മിലുണ്ടായിരിക്കാം. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ ചാനലുകൾ കണ്ടുകൊണ്ടിരുന്നവർക്കറിയാം ഞാൻ ഏത് തരത്തിലുള്ള വീഡിയോകളാണ് ചെയ്യുന്നതെന്നും എങ്ങനെയുള്ള ചാനലാണ് എൻ്റെതെന്നും നല്ലതുപോലെ അറിയാം. പക്ഷേ ഇപ്പോൾ പുതിയ ചിലർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ. ഞാൻ അത്യാവശ്യം നല്ല റീച്ചുള്ളൊരു ചാനൽ ഞാൻ എൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ടാക്കിയെടുത്തൊരു ചാനലാണ്. അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോകളാണ് ചെയ്യുന്നത്. അതും എനിക്ക് എന്നെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് പറയണം എന്നാഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിലെന്തെങ്കിലും ഒന്ന് എനിക്ക് 10 പേരെടുത്ത് പറയണം എന്ന് നമുക്കിപ്പോൾ ഓരോരുത്തരായിട്ട് ചെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ചാനലിലൂടെ, അതുപോലെ തന്നെ ഓരോ വീട്ടമ്മമാർക്കും അതുപോലെ പറയാനുള്ളത് ഞാൻ എൻ്റെ ചാനലിലൂടെ പറയുന്നു, അത്രമാത്രം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന അത്യാവശ്യം നമ്മുടെ ആനുകാലിക പ്രസക്തമായ ചില വീഡിയോകളാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ് വീഡിയോ ആയിട്ട് ഇട്ടതും എൻ്റെ ചാനലിൽ റീച്ചായത്. അത് ഞാനിപ്പോൾ എന്നെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഒരുപാട് എൻ്റെ വീഡിയോ നീട്ടിക്കൊണ്ട് പോകാനും എനിക്ക് താല്പര്യമില്ല. അതുപോലെ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് വേഗം പൊക്കോളാം. ഇപ്പോൾ നമ്മളെല്ലാം, അല്ലെങ്കിൽ നമ്മളെ മലയാളികളെ എല്ലാം യഥാർത്ഥത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ ഈ RSSനെതിരെ RSSൻ്റെ തലയിലേക്ക് അടിച്ചു വെപ്പിക്കുന്ന കണക്കുള്ള രീതിയിലാണ് ഓരോരോ നമ്മുടെ ഇപ്പോൾ എമ്പുരാൻ സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് അത്യാവശ്യം ഇപ്പോൾ അവർ ചിലവാക്കിയതിനേക്കാൾ കൂടുതൽ പൈസ, അതായത് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ ചിലവാക്കിയ തുകയേക്കാൾ ഭീമമായ തുക തന്നെ അവർക്ക് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം അത്രമാത്രം അതിന് പബ്ലിസിറ്റി കൊടുത്ത് കുറേ മാപ്രകളും അല്ലെങ്കിൽ കുറേ ആൾക്കാർ അതിനകത്ത് അതിൻ്റെ ചിലവായ തുക അവർക്ക് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് പോട്ടെ, ഞാനത് പറയാനില്ല. 3 പ്രാവശ്യം ഞാൻ ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. പക്ഷേ ആ 3 പ്രാവശ്യം എന്തോ ബുക്ക് ചെയ്തതല്ല, ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ല. ആ ഒരു സാഹചര്യത്തിൽ എനിക്കിപ്പോൾ തോന്നുന്നത് അതൊരു മഹാഭാഗ്യമായിരുന്നു. കാരണം എൻ്റെ അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെടുന്ന എൻ്റെ പൈസ അത്തരം ഒരു സിനിമയിലേക്ക് കൊടുത്ത് ഇത് കൂട്ടണ്ടെന്ന് വിചാരിച്ചു. ഇപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഏതെങ്കിലും ഒരു മതത്തിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആ ഒരു ലെവലിലേക്ക് വരെ എത്തിയിട്ട് ഞാൻ പ്രതികരിക്കേണ്ട കാര്യങ്ങൾ നല്ലതുപോലെ ഞാൻ പ്രതികരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഏതെങ്കിലും ഒരു മതമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളിനെയോ ഉദ്ദേശിച്ചിട്ട് ഞാൻ ചെയ്യുന്നതല്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അങ്ങ് സംഖ്യയാക്കും, അല്ലെങ്കിൽ പിന്നെ കമ്മികളാക്കും, അല്ലെങ്കിൽ സുടുക്കളാക്കും, അങ്ങനെയുള്ള രീതിയിലുള്ള കമൻറ്റുകളും എല്ലാം എനിക്ക് വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. എൻ്റെ ചാനൽ നോക്കി അത് കാണാൻ പറ്റും. ഞാൻ അങ്ങ് ഗൾഫിലായിരുന്നു. ഗൾഫിൽ ജോലി ചെയ്ത സമയത്ത് ഞാൻ അവിടുന്ന് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്നെ പല രീതിയിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ എന്നെ അങ്ങ് തട്ടിക്കളയും, എന്നെ അങ്ങ് അരിഞ്ഞു കളയും എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് എമ്പുരാൻ സിനിമയിൽ നമ്മൾ ആ ടിക്കറ്റ് എടുക്കാതിരിക്കാനുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനിമകൾ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയിലേക്കുള്ള വരും തലമുറകളുടെ തലച്ചോറ് മരവിപ്പിക്കുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങളാണ് ഈ സിനിമയിലൂടെ ഇങ്ങനെ സിനിമകളിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്ത് ഉപദേശമാണ് നമ്മുടെ വരും തലമുറകൾക്ക് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഈ ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഈ ഒരു നിർമ്മാതാവ് നൽകിയിരിക്കുന്നത്? ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ക്യാൻസൽ ആവാനും അല്ലെങ്കിൽ അത് കിട്ടാതിരിക്കാനും ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം വെച്ചാൽ എൻ്റെ ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇവിടെ കാണിക്കാമേ. മലയാള സിനിമയുടെ നല്ല കാലഘട്ടമൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പം ഞാൻ അവിടെ കണ്ടത് തീവ്രവാദം, ലഹരി, ഒരു ചീഞ്ഞ രാഷ്ട്രീയം, ഇതൊക്കെ അവിടെ കണ്ടത്. തുടക്കത്തിൽ 1-2 സീനുകൾ എൻ്റെ മക്കളിരുന്ന് കാണുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ബാക്കിലിരുന്ന് വിഷമിച്ചു പോയി, സത്യം പറഞ്ഞു. ഇങ്ങനെയൊന്നും അല്ല നമ്മുടെ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നല്ല കഥകൾ, നല്ല ആശയങ്ങളും പറഞ്ഞു കൊടുക്കട്ടെ. ഈ വെടിവെപ്പും ഈ ഹെലികോപ്റ്റർ ഇതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യാനാണ് പിള്ളേർക്ക്? നല്ല വിഷമത്തോടെ ഞാൻ പറയുന്നത്. ഇതൊക്കെയാണോ എൻ്റെ 2 ആമക്കളെയും കൊണ്ടാണ് ഞാൻ സിനിമയ്ക്ക് വന്നത്? ഇതാണോ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? അവന്റെ നിർബന്ധത്തിനാണ് ഞാൻ വന്നത്. അതേ രാഷ്ട്രീയം, മയക്കുമരുന്ന്, ഇതൊക്കെയാണോ എൻ്റെ 2 ആമക്കളെയും കൊണ്ടാണ് ഞാൻ സിനിമയ്ക്ക് വന്നത്? സത്യമായിട്ടും എനിക്ക് ആദ്യത്തെ സീനിൽ 1-2 സീൻ എൻ്റെ ആമക്കൾ ഇരുന്ന് കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം ഇടിഞ്ഞ് എണീറ്റ് പോകാൻ വരെ നോക്കി. എനിക്ക് നല്ല നെഞ്ചുവേദന വരെ എടുത്തു ആദ്യത്തെ ഫസ്റ്റ് പാർട്ട്. നല്ല വിഷമമുണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും അല്ല സിനിമ കാണിക്കേണ്ട സമൂഹത്തിൽ. മോഹൻലാലിന്റെ നല്ല സിനിമകൾ കണ്ട്, കിലുക്കം, ചിത്രം, എന്ത് നല്ല സിനിമകൾ. ഒരു പ്രൊമോഷന്റെ ആവശ്യമില്ല. അത് ഞങ്ങൾ തിയേറ്ററിൽ നിറഞ്ഞിരുന്ന 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു പ്രാവശ്യം കണ്ട് ആരെങ്കിലും ഒരിക്കൽ കൂടെ ഈ സിനിമ കാണുമെന്ന്? എനിക്ക് തോന്നുന്നില്ല. എന്നെ പോലെയുള്ള അമ്മമാരും കുടുംബിനികളും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 3 മണിക്കൂർ ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല, സമയം പോയത് അറിഞ്ഞില്ല. ഇതിലിപ്പോൾ ആ അമ്മ ചോദിച്ചതുപോലെ നമ്മൾ
എന്ത് ഉപദേശമാണ് നമ്മുടെ വരും തലമുറകൾക്ക് അല്ലെങ്കിൽ ഈ പൊടി കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് കയറ്റി വെക്കുന്നത്? ഈ മതവും തീവ്രവാദവും ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ? ഞങ്ങളുടെ ഒരു പ്രായത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചിത്രവും ഒക്കെ കണ്ട് വളർന്ന ഞങ്ങൾ ഇപ്പോഴത്തെ തലമുറകൾക്ക് ഈ സംവിധായകരൊക്കെ എന്താണ് അവരുടെ തലച്ചോറിലേക്ക് കുത്തിവെച്ച് കൊടുക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ പല വീട്ടമ്മമാരും അത് ചോദിക്കാൻ മടിക്കുന്നതാണ്. ചോദിച്ച എന്തെങ്കിലും പറ്റിപ്പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയൊന്നുള്ള പേടിയൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യണം. പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല. ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ. ആ ഒരു ഡയലോഗിൽ പൃഥ്വിരാജ് പറയുന്നുണ്ടല്ലോ, ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ലെന്ന്. അതാണ് എനിക്കും പറയാനുള്ളത്. ഇന്ത്യ, അതായത് നമ്മുടെ ഈ കൊച്ചു കേരളവും അതിലുൾപ്പെടുന്ന നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെ ഉൾപ്പെടുന്ന കേരളം ആരുടെയും തന്തയുടെ വകയല്ല. ഇപ്പോഴൊന്നും അല്ല, ഈ പ്രശ്നങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടിട്ട് കുറേ കാലം. അത് ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലയിൽ കൊണ്ട് അടിച്ചു വെക്കുന്ന രീതിയിലുള്ള സിനിമകളാണ് ഇപ്പോൾ പുറത്തിറക്കുന്നത്. വെടിവെപ്പും തീവ്രവാദവും മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ ഇല്ലാത്ത ഒരു സിനിമകളും ഇല്ല ഇപ്പോൾ. മുമ്പൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ. എന്താണ് ഇപ്പോൾ ലാലേട്ടനൊന്നും വിളിക്കാനൊന്നും നമുക്കത് തോന്നത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തികളും, ലാലേട്ടൻ്റെ ഒരു സിനിമ പോലും വിജയിക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനും പ്രയത്നിച്ചതായിട്ട് നമുക്കറിയില്ല. ഈ ഏതൊക്കെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടോ അതെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് തോൽപ്പിച്ചിട്ടേ ഉള്ളൂ, ഒന്നും വിജയിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പാന്ന് തോന്നുന്നു ഈ ലൂസിഫറിൻ്റെ 2ാം ഭാഗം ഇറക്കുമോ അല്ലെങ്കിൽ എമ്പുരാനെ പറ്റി എന്തോ ഒരു വിശേഷം ചോദിച്ചപ്പോൾ എന്തോ ഒരു കാര്യം ഒരു ഓൺലൈൻ മീഡിയക്കാർ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഭാര്യയോട് ചോദിച്ചപ്പോൾ സുപ്രിയ പറഞ്ഞ മറുപടി അത് ലാലേട്ടനോട് പോയി ചോദിക്കുക എന്നുള്ള രീതിയിൽ വളരെ അഹങ്കാരത്തോടു കൂടി ഒരു പറയുന്നത് കേട്ടു. ശരിക്കും നമ്മളെപ്പോലുള്ള ഒരു വീട്ടമ്മ ഈ സുപ്രിയ മേനോനെതിരെ പറയുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. കാരണം ആ ഒരു വീഡിയോ കാണിച്ചാൽ നമ്മൾ ഈ കേരളത്തിലെ ജനങ്ങൾ ഒരു 6 മാസം കൊണ്ട് ഇങ്ങോട്ട് ഈ സുപ്രിയയുടെ ഭാഗത്തു നിന്നുള്ള നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൺലൈൻ മീഡിയക്കാരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അഹങ്കാരം നിറഞ്ഞ ആ ഒരു ചോദ്യവും അതിൻ്റെ മറുപടിയും ആ ചോദ്യത്തിനുള്ള അവരുടെ അഹങ്കാരം നിറഞ്ഞ ആ മറുപടി അവരുടെ ആ മുഖഭാവമൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം എന്തോ ഇതിലുണ്ടെന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ എമ്പുരാൻ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പം സുപ്രിയയുടെ ചെയ്തികളെ അല്ലെങ്കിൽ സുപ്രിയയുടെ വാക്കുകളെ പറ്റി പറയുന്ന കുറച്ച് വീഡിയോയും ഞാൻ ഇതിനകത്ത് കാണിക്കാം. ഈ രായപ്പന്റെ രായപ്പന്റെ അമ്മയ്ക്ക് പ്രായമുള്ള ഒരു ഭാര്യയുണ്ട്. ആ ഭാര്യ നല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ പിടിപ്പിച്ച് ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ട് ഇട്ടേക്കണ പോസ്റ്റാണ്. എന്റെ ഇല്ലുമിനാട്ടി അല്ല, എന്റെ താന്തോന്നിയാണ്, എന്റെ മാങ്ങാത്തൊലിയാണ്, എന്റെ തേങ്ങാ കൊലയാണ് ഈ നിൽക്കുന്നത്, ആളെറിഞ്ഞ് കളിക്കടാന്ന്. ഈ കന്നിമാസത്തിൽ തെണ്ടി പോകുന്ന കോടിച്ചിപ്പട്ടിക്ക് ഇവനേക്കാളും വിലയുണ്ട്. ഈ പറയുന്ന സുപ്രിയ മേനോനോ എന്തോ തേങ്ങാക്കൊലയാണോന്നറിയില്ല. ഈ സുപ്രിയോടെ ഞാൻ ഈ പറയുന്നത്, ഞങ്ങൾക്ക് കന്നിമാസത്തിലെ തെണ്ടി പോകുന്ന ഈ വഴി കൂടെ ഒക്കെ ഓടി നടക്കുന്ന കൊടിച്ചപ്പട്ടികളില്ലേ, ആ കൊടിച്ചപ്പട്ടിക്ക് വിലയില്ല നിന്റെ ഈ ഇല്ലുമിനാട്ടി താന്തോന്നിയെ. ഈ ഇല്ലുമിനാട്ടി താന്തോന്നിയെ നിന്നോടും ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ. നീയൊക്കെ ആളറിഞ്ഞ് കളിക്കേ. ഈ സാധാരണക്കാരായ മലയാളി ജനങ്ങള് വാനോളം ഉയർത്തിക്കൊണ്ട് നടന്ന് താരാട്ടുപാടി കൊണ്ട് നടന്ന് ആരാധിച്ചു കൊണ്ട് നടന്ന അത്രയും വിലയെ നിനക്കൊക്കെ ഉള്ളൂ. ഈ കേരളത്തിലെ മലയാളികൾ ഒന്നടങ്കം നിന്നെ എടുത്ത് താഴെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നീ പല്ല് കുത്തുന്ന കോലിന് പോലും വിലയുണ്ടാവില്ല. ഞങ്ങളോടാണോ പറയുന്നേ ആളെറിഞ്ഞ് കളിക്കാൻ? നാണമുണ്ടോടി? ഈ പറയുന്ന മല്ലിക സുകുമാരനും ഈ പൃഥ്വിരാജ് സുകുമാരനും ഈ ഇന്ദ്രജിത്തും എന്ന് പറയുന്ന ഇവരുടെ ഫാമിലി, ഈ മല്ലിക സുകുമാരൻ, ഞാൻ ആ സ്ത്രീയെ ഒരുപാട് ബഹുമാനത്തോടെ നോക്കുന്ന ഒരാളാണ്. ഞാൻ അവരെ ഒരിക്കലും കുറ്റം പറയില്ല. അവർ അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരൊക്കെ അവരുടെ കുട്ടിക്കാലത്ത് ഈ പറയുന്ന നിന്റെ ഇല്ലുമിനാട്ടി ഉണ്ടല്ലോ താന്തോന്നി, ഈ ഇല്ലുമിനാട്ടി താന്തോന്നിയൊക്കെ 10 പൈസയ്ക്ക് ഗതിയില്ലാതെ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാതെ കേരള മണ്ണിൽ കിടന്നിട്ട് ഇങ്ങനെ ഇണ്ണ വരച്ചിട്ട് എന്തോരം കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടാണ് ഈ പറയുന്ന രായപ്പനും ലാലപ്പനും മന്ദപ്പനൊക്കെ വന്നേന്നുള്ളത് അറിയാമോ? അങ്ങനെ ഒരു കാലമുണ്ടല്ലോ സുപ്രിയെ. ഈ പറയുന്ന രായപ്പന് ജീവിക്കാൻ ഗതിയില്ലാതെ 10 പൈസ എടുക്കാനില്ലാതെ അന്യന്റെ മുൻപിൽ കൈ നീട്ടേണ്ട അവസ്ഥ വന്നിട്ടുള്ള ഒരു കുടുംബമായിരുന്നില്ലേ? ആ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് രായപ്പൻ.
ആ രായപ്പൻ ഇങ്ങനെ 4 സിനിമയിൽ അഭിനയിച്ചിട്ട് 4 ആൾക്കാരെ ആരാധിച്ചു വന്നപ്പം വലിയൊരു താരരാജാവായി, എന്നിട്ട് മറ്റുള്ളവന്റെ ജിഹാദികളുടെ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു മെഷീൻ ആയതിന് ആ കള്ളപ്പണത്തിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് നീ കേരളത്തിലത്തെ ജനങ്ങളോടാണോ പറയുന്നത് ആളറിഞ്ഞു കളിക്കാൻ? നീ ഇത് നേരിട്ടിട്ട് നമ്മുടെ മുമ്പിൽ വന്നു പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ നിനക്ക്? വന്ന വഴി മറക്കുന്നതല്ലേ? വന്ന വഴി മറക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല. കഴിഞ്ഞ കാലങ്ങൾ മറക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല. അമ്മായിയമ്മയോട് ഇടയ്ക്ക് ചോദിച്ചാൽ മതി. നിന്റെ വിശേഷം എനിക്കറിയില്ല, ഈ സുപ്രിയ എന്ന് പറയുന്നവളുടെ വിശേഷം എനിക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന രായപ്പൻ പൃഥ്വിരാജ് സുകുമാരൻ എന്നവന്റെ കുടുംബ വിശേഷം ഈ മലയാളികൾ, ഈ കേരളത്തിലെ മൊത്തം മലയാളികൾക്ക് അറിയാവുന്നതാ. എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാ അവർ ഈ മക്കളെ വളർത്തി കൊണ്ടുവന്നെന്ന് കേരള മണ്ണിലെ സർവ്വ മനുഷ്യർക്കും അറിയാവുന്നതാ. എന്നിട്ടാ മലയാളികളോട് പറയുന്നോ നീ ആളറിഞ്ഞ് കളിക്കേ? നിനക്ക് നിന്റെ ഭർത്താവിന്റെ കൂടെ നിന്റെ ബെഡ്റൂമിൽ നിനക്ക് പലതും തോന്നിയ ആ നട്ടലിന്റെ വലിപ്പം കണ്ടിട്ടാ നീ പറയുന്നുണ്ടെങ്കിൽ അത് നീയും അവനും കൂടെ പറഞ്ഞു തീർക്കേണ്ട അവസ്ഥയാണ്. മലയാളികളുടെ മുമ്പിലേക്ക് പറയേണ്ടതല്ല. മലയാളികളുടെ മുമ്പിലേക്ക് പറഞ്ഞാലേ നല്ല അന്തസ്സുള്ളവരെ കൈ നിവൃത്തി ചെകിടത്ത് തരും പറയാ. ഇതെന്റെ ഇല്ലുമിനാട്ടിയാണ്, എന്റെ ലോക സുന്ദരനാണ്, എന്റെ ലോകത്തിലെ തേങ്ങാക്കൊലയാണ്, മാങ്ങാത്തൊലിയാണ്. നീയും അവനും കൂടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ നിന്റെ ബെഡ്റൂമിൽ ഇരുന്ന് പറയേണ്ട ഡയലോഗാണ്. മലയാളികളോട് പറയാൻ വരരുത്. മലയാളികളോട് പറഞ്ഞാലുണ്ടല്ലോ നിന്റെ ചെകിട് വീർക്കും, അടിച്ച അണപ്പല് തെറിപ്പിക്കും മലയാളികള്. അത് സിനിമയുടെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ അല്ല. ആർക്കായാലും ശരി വന്ന വഴി മറന്നിട്ടുള്ള വർത്തമാനം വേണ്ട. അത് എപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ടാവണം. കഴിഞ്ഞ കാലങ്ങളും കഴിഞ്ഞ ജീവിത രീതികളും വന്ന വഴി മറക്കാണ്ട് അത് എന്നും ഓർമ്മയിൽ ഉണ്ടാവണം. ഞാനിത് അത്യാവശ്യം 8 മിനിറ്റ് കൊണ്ട് നിർത്തണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അത് പറ്റിയില്ല. അത് കുറച്ചുകൂടെ കൂടുതലായിപ്പോയി. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും ഇഷ്ടം. നന്ദി.